നമുക്കിന്ന് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. എന്നിട്ട് ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് കഴുകിയിട്ട് ഒരു ചട്ടിയിലേക്ക് വാരിയിടുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടുപ്പിൽ വേവാൻ വയ്ക്കുക. ഉപ്പ് ഇടുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഈ ബീറ്റ്റൂട്ടിന് ഒരു മുറി തേങ്ങ എടുക്കുന്നത്. ഞാൻ തൈര് എടുത്തിട്ട് മിക്സിയിൽ ഒരു 2 ഗ്ലാസ് തൈര് എടുത്തിട്ട് ഉടച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങയും 3 പച്ചമുളകും കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചതയ്ക്കുക, വെള്ളം ഒഴിക്കാതെ. എരിവിനനുസരിച്ച് എരിവ് അധികം വേണ്ടവർ കുറച്ച് പച്ചമുളക് അധികം ഇട്ടാൽ മതി. ബീറ്റ്റൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഈ ബീറ്റ്റൂട്ടിൽ വെള്ളം അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഊറ്റി കളഞ്ഞാൽ മതി. ഈ പാകത്തിന് വെള്ളം വെച്ചാൽ മതി. നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ടില്ലേ, പച്ചമുളകും ജീരകവും അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കുക. പച്ചമുളകിൻ്റെ പച്ചമണം പോണ വരെ കുറച്ച് നന്നായിട്ട് ഇളക്കുക. ഈ ബീറ്റ്റൂട്ട് ഉപ്പേരിയൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. നന്നായി കുറേ നേരം ഇളക്കുക. എല്ലാവരുടെയും നന്നായി ഇളക്കിയ ശേഷം നന്നായി എല്ലാം പിടിച്ചിട്ടുണ്ടാവും കഷ്ണത്തിൽ. ഉടച്ച് വെച്ച തൈര് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചിട്ട് പുളിപ്പ് അധികം ഉണ്ടോ അങ്ങനെയാണ് വെള്ളത്തിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ചും കൂടെ തൈര് ഒഴിക്കുക. പിന്നെയും കുറച്ചും കൂടെ തൈര് ഒഴിക്കുന്നുണ്ട്. കുറച്ച് പോരായിരുന്നു, കുറച്ചും കൂടെ തൈര് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. അത് അരി തിളച്ചു. അതിന് വെളിച്ചെണ്ണ കുറച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി. കറിവേപ്പില ഇട്ടിട്ടില്ല, കറിവേപ്പില ഇടണം. ബീറ്റ്റൂട്ട് ഉപ്പേരിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പച്ചടി വെച്ച് കൊടുത്താൽ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചടി. ഈ ചൂട്ടോടുകൂടെ ഉപയോഗിക്കാം. പിറ്റേ ദിവസത്തിനും കേടൊന്നും വരില്ല, മോരൊഴിച്ചതുകൊണ്ട്.